സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ ചർച്ച തുടരാൻ ഗവർണർ സർക്കാർ തീരുമാനം. ചർച്ചയിലൂടെ തീരുമാനമെടുക്കാമെന്ന് രാജ്ഭവനിലെത്തിയ മന്ത്രിമാരെ ഗവർണർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത്. IT നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂറും 10 മിനിറ്റും നീണ്ടുനിന്നു. സ്ഥിരം VC നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ചാൻസലറും ഗവൺമെന്റും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചകൾക്കിടയിലാണ് ആ വിധി വന്നത്. അത് കുറേ കൂടി ആധികാരികത ഇത്തരം ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ചർച്ചകളുടെ വന്നിട്ടുള്ളത്. ആ ചർച്ചകൾ ഇനിയും തുടരും. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന നിലപാടും ഗവർണറെ മന്ത്രിമാർ അറിയിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന് ഗവർണർ മന്ത്രിമാർക്ക് മറുപടി നൽകി. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ഗവർണർ സമവായത്തിന് തയ്യാറായിരുന്നില്ല. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇതിലൂടെ ഗവർണറുമായി സംയമനപാതയിലെത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. മീഡിയ 1 തിരുവനന്തപുരം.